കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം കായംകുളത്ത് തുടരുന്നു. 11 ഉപജില്ലകളിൽ നിന്നായി 6000-ഓളം പ്രതിഭകൾ പങ്കെടുക്കുന്നു. കായംകുളം ഉത്സവ ലഹരിയിൽ ചൊവ്വാഴ്ച സമാപിക്കും. ആലപ്പുഴയിലെ നവജാത ശിശുവിന്റെ അസാധാരണ വൈകല്യം. ആരോഗ്യവകുപ്പിലെ ഉന്നതതല സംഘമെത്തി പരിശോധന നടത്തി. ആശുപത്രിക്കും ലാബിനുമെതിരായ പരാതികൾ പോലീസും അന്വേഷിക്കും. ചക്കുളത്തുകാവിൽ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടരുന്നു. ഡിസംബർ 13-നാണ് പ്രസിദ്ധമായ കാർത്തിക പൊങ്കാല. പൊങ്കാല കുറ്റമറ്റതാക്കാൻ അവലോകന യോഗത്തിൽ തീരുമാനം. കായംകുളത്തെ ദുരൂഹ സാഹചര്യത്തിൽ വീടിന് തീപിടിച്ച് ഒരാൾ മരിച്ച നിലയിൽ. വീട്ടുടമയായ സ്ത്രീ വീട്ടിലില്ലാത്ത സമയത്താണ് തീപിടിച്ചത്. മരിച്ചത് ആരെന്ന് വ്യക്തതയില്ല. പോലീസ് അന്വേഷണം തുടരും. കുമരകം ടൂറിസ്റ്റ് കേന്ദ്രത്തിന്റെ പ്രവേശന കവാടമായ തണ്ണീർമുക്കത്തിന്റെ ടൂറിസം സാധ്യതകൾ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് മുൻ കേന്ദ്രമന്ത്രി പ്രൊഫസർ കെ.വി. തോമസ് എക്സ്.എം.പി. ഏറെ ടൂറിസം വികസന സാധ്യതകൾ ഉള്ള സ്ഥലമാണ് തണ്ണീർമുക്കമെന്നും കെ.വി. തോമസ്. വാർത്തകൾ വിശദമായി. ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം കായംകുളത്ത് തുടരുന്നു. 11 ഉപജില്ലകളിൽ നിന്നായി 6000-ലേറെ കലാപ്രതിഭകൾ പങ്കെടുക്കുന്നു. കായംകുളവും പരിസരവും ഉത്സവലഹരിയിൽ. കലോത്സവം ചൊവ്വാഴ്ച സമാപിക്കും. വെള്ളിയാഴ്ച രാവിലെ കായംകുളം എം.എൽ.എ. പ്രതിഭ ഹരി കലോത്സവം ഉദ്ഘാടനം ചെയ്തിരുന്നു. 13 വേദികളിലായി 316 ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. 11 ഉപജില്ലകളിൽ നിന്നായി 6000-ലേറെ കലാപ്രതിഭകൾ മാറ്റുരയ്ക്കുന്നു. ഡിസംബർ 3-ന് വൈകിട്ട് 5-ന് നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ.ജി. രാജേശ്വരി മുഖ്യപ്രഭാഷണം നടത്തും. മന്ത്രി പി. പ്രസാദ് വിജയികൾക്ക് ട്രോഫികളും സമ്മാനങ്ങളും വിതരണം ചെയ്യും. കൊടിക്കുന്നിൽ സുരേഷ് എം.പി. മുഖ്യാതിഥിയായി പങ്കെടുക്കും. എം.എൽ.എമാരായ ദലീമ ജോജോ, എച്ച്. സലാം, തോമസ് കെ. തോമസ്, ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് തുടങ്ങിയവർ പങ്കെടുക്കുന്നു. ജില്ലയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പൊതുജനങ്ങളുമാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ടൈം ന്യൂസ്, കായംകുളം. കലോത്സവ വേദിയിൽ കീബോർഡിൽ വിസ്മയം സൃഷ്ടിച്ച മുഹമ്മദ് യാസിൻ. എം.എൽ.എയും ചെയർപേഴ്സണും മറ്റ് വിശിഷ്ട വ്യക്തികളും കൈയടിച്ച് ഒപ്പം കൂടിയതോടെ ആവേശം ഇരട്ടിയായി. കാണാം. കലോത്സവ വേദിയിൽ കീബോർഡിൽ നാദവിസ്മയം തീർത്ത മുഹമ്മദ് യാസിൻ. കായംകുളത്ത് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൻ്റെ ഉദ്ഘാടന വേദിയിലാണ് ഭിന്നശേഷിക്കാരനായ മുഹമ്മദ് യാസിൻ കീബോർഡിൽ വിസ്മയം സൃഷ്ടിച്ചത്. ഉദ്ഘാടകയായ പ്രതിഭ ഹരിയും അധ്യക്ഷയായ നഗരസഭാ ചെയർപേഴ്സൺ പി. ശശികലയും മറ്റ് വിശിഷ്ട വ്യക്തികളും കൈയടിച്ച് ഒപ്പം ചേർന്നതോടെ കാണികൾക്കും ആവേശമായി. മുട്ടുവരെ നീളമുള്ള വലത് കൈകൊണ്ട് കീബോർഡിൽ സംഗീതത്തിൻ്റെ മാന്ത്രികതയാണ് മുഹമ്മദ് യാസിൻ സൃഷ്ടിച്ചത്. അതിനോടൊപ്പം സഹോദരൻ അൽ അമീൻ്റെ നൃത്താവിഷ്കാരവും കൂടിയായപ്പോൾ ആവേശം ഇരട്ടിയായി. പ്രയാർ വടക്ക് എസ്.എൻ. മൻസിലിൽ ഷാനവാസിൻ്റെ മകൻ 12 വയസ്സുകാരനായ മുഹമ്മദ് യാസിൻ ഭിന്നശേഷിയെ മറികടന്നാണ് ഈ പ്രകടനം കാഴ്ചവെച്ചത്. ഇടത് കൈയും കാലും ഇല്ലാത്ത വലത് കൈ മുട്ടുവരെ മാത്രമുള്ള യാസിന് മനക്കരുത്തിന് മുന്നിൽ
ഇതൊരു കുറവായി തോന്നിയില്ല. മകൻ്റെ ശാരീരിക പരിമിതികളിൽ സങ്കടപ്പെടാത്ത മാതാപിതാക്കളുടെ ആത്മവിശ്വാസവും പിന്തുണയുമാണ് കഴിവുകളെ വികസിപ്പിച്ചത്. പുതുപ്പള്ളി KNMUPSലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയായ യാസിൻ പഠനത്തിലും മിടുക്കനാണ്. 2023 ഡോക്ടർ APJ അബ്ദുൽ കലാം ബാലപ്രതിഭാ പുരസ്കാരം, സംസ്ഥാന സർക്കാരിൻ്റെ ഉജ്ജ്വല ബാല്യ പുരസ്കാരം എന്നിവ നേടിയിട്ടുണ്ട്. പ്രസംഗ മത്സരത്തിലും പങ്കെടുത്ത് ഒന്നാമനായി. ടൈം ന്യൂസ്, കായംകുളം. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഹൈസ്കൂൾ വിഭാഗം നാടക മത്സരത്തിൽ ചേർത്തല ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീമിന് 1ാം സ്ഥാനം. തുടർച്ചയായി 7ാം തവണയാണ് ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ നാടക മത്സരത്തിൽ 1ാം സ്ഥാനം സ്വന്തമാക്കുന്നത്. മാറ്റിയെന്ന് പറഞ്ഞാലും അത് തന്നെ ഇവന് പുസ്തകമില്ല, നല്ലൊരു ഉടുപ്പില്ല, ഇതിന് റേഷൻ കാർഡ് പോലും ഇല്ല. ഉണ്ടെന്ന് പറയാൻ എന്താണ് അതിനുള്ളേ? ഉണ്ടെന്ന് പറയാൻ ഇല്ലാന്നൊരു വാക്ക് മാത്രം തുറക്കുന്ന പറയുന്നു. ആളെണ്ണം തയ്ക്കാനാ പിടിച്ചിരിച്ചേക്കുന്നത്. നാടകവേദിയിൽ വിപ്ലവം വിരിയിച്ച KPSCയുടെ ആസ്ഥാനമായ കായംകുളത്ത് നാടക മത്സരത്തിൽ ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ തേരോട്ടം തുടർച്ചയായ 7ാം വട്ടമാണ് ജില്ലാ സ്കൂൾ കലോത്സവത്തിലെ നാടക മത്സരത്തിൽ ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ ജേതാക്കളാകുന്നത്. പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യന്റെയും ആവാസ വ്യവസ്ഥയിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട വന്യജീവികളുടെയും കഥ പറഞ്ഞു തുടങ്ങുന്ന പാടുന്ന കാട് എന്ന നാടകം സാഹിത്യത്തിന്റെ പകിട്ടിൽ നിന്നും മാറ്റി നിർത്തപ്പെടുന്ന നാടകത്തിന്റെ പ്രാധാന്യവും ഓർമ്മിപ്പിച്ചാണ് സമാപിക്കുന്നത്. മുളയിൽ നിർമ്മിച്ച വാദ്യോപകരണം കൊണ്ട കുട്ടികൾ തന്നെയാണ് നാടകത്തിന് പശ്ചാത്തല സംഗീതം നൽകിയത്. കതിർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച കീർത്തന ബി വിനോദ് മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. 3ാം തവണയാണ് കീർത്തന നാടകത്തിൽ മത്സരിക്കുന്നത്. പാർവതി സുരേഷ്, ഏഞ്ചൽ മേരി സോണി, അന്ന മറിയ ഷിനോ, ബി ഋതു, നിഹാരിക S പത്മ, ആദിത്യ രതീഷ് എന്നിവരാണ് അഭിനേതാക്കൾ. S ദേവനന്ദ, S അവന്തിക, PB അനുശ്രീ എന്നിവരാണ് പാട്ടുകാർ. വിജിലൻസ് ഉദ്യോഗസ്ഥനായ സുനിൽ ചന്ദ്രൂരാണ് നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. ടൈം ന്യൂസ്, ആലപ്പുഴ. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഹൈസ്കൂൾ വിഭാഗം കേരള നടന മത്സരവേദിയിൽ പ്രതിഷേധം. ജഡ്ജസിൻ്റെ നിലപാടുകൾക്കെതിരെയാണ് രക്ഷിതാക്കൾ പ്രതിഷേധം ഉയർത്തിയത്. ഞാൻ ഇവിടുന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിൽ ചെന്നാൽ അവര് പറയുന്ന ഒരൊറ്റ കാര്യം, നിങ്ങൾ അപ്പീൽ കൊടുക്കുന്ന മാത്രമാണ്. എന്റെ കുട്ടികളുടെ റിമാർക്ക് എനിക്ക് അറിയണം. അത് പറ്റില്ല. ആയിക്കോട്ടെ, നിങ്ങൾ വേറെ ജഡ്ജിമാരുടെ അപ്പീൽ പരിശോധനയെ കുറിച്ചല്ല പറഞ്ഞത്. ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ കുട്ടി കളിച്ചതിനുള്ള പോരായ്മ മാത്രമാണ് ഞങ്ങൾ പറഞ്ഞത്. ബാക്കിയുള്ള ഞാൻ ചോദിക്കട്ടെ, 13 പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഒരു കൊച്ചു 15 മിനിറ്റ് ഇവിടെ ഡാൻസ് കളിക്കുന്നുണ്ട്. 10 മിനിറ്റ് പോലും വേണ്ടല്ലോ 13 കുട്ടികളുടെ റിമാർക്ക് പറയാൻ ഇവർക്ക്. 15 മിനിറ്റ് സ്റ്റേജിൽ കിടന്ന് കളിച്ച പിള്ളേരെന്താ പൊട്ടന്മാരോ? ഇതിന് മറുപടി പറ. ഇത് സമാധാനമുള്ള കാര്യമൊന്നല്ല പറയണ്ടേ, ഇതിനൊരു മറുപടി. ആലപ്പുഴ ജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം കേരള നടന മത്സരത്തിൽ പ്രതിഷേധം. വിധികർത്താക്കൾ റിമാർക്ക് പറയണമെന്ന രക്ഷിതാക്കളുടെ ആവശ്യം തർക്കത്തിനിടയാക്കി. തുടർന്ന് പോലീസ് എത്തി പ്രതിഷേധിച്ചവരുമായി ചർച്ച നടത്തി രംഗം ശാന്തമാക്കി. ടൈം ന്യൂസ്, ആലപ്പുഴ. കായംകുളത്ത് നടക്കുന്ന റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മത്സരങ്ങൾ വൈകുന്നത് മത്സരാർത്ഥികളെ പ്രതിസന്ധിയിലാകുന്നു. മേക്കപ്പിട്ട മണിക്കൂറുകൾ കാത്തു നിൽക്കുന്നത് മത്സരാർത്ഥികളെ അക്ഷരാർത്ഥത്തിൽ ദുരിതത്തിലാക്കുന്നു. പ്രതിഷേധം ശക്തം. ഹൈസ്കൂൾ വിഭാഗം ഓട്ടൻതുള്ളൽ മത്സരവേദിയിൽ നിന്ന്. കായംകുളത്ത് നടക്കുന്ന റവന്യൂ ജില്ലാ കലോത്സവത്തിൽ മത്സരങ്ങൾ വൈകുന്നത് മത്സരാർത്ഥികളെ പ്രതിസന്ധിയിലാക്കുന്നു. മത്സരങ്ങൾ മണിക്കൂറുകൾ വൈകുന്നു എന്നത് കലോത്സവങ്ങളിലെ സ്ഥിരം ആരോപണമാണ്. കായംകുളം കലോത്സവത്തിലും യാതൊരു മാറ്റവുമില്ല. ഹൈസ്കൂൾ വിഭാഗം ഓട്ടൻതുള്ളൽ മത്സരത്തിലെ പരാതി കാണാം. ഇപ്പോൾ രാവിലെ തൊട്ടിവിടെ രാവിലെ ഒന്ന് കാപ്പി കുടിച്ച് കഴിഞ്ഞ് വന്നിരിക്കുന്ന ഇരിപ്പാണ്. ഇപ്പോൾ സമയം ശരിക്കും വൈകി. ഇപ്പോൾ UP കഴിഞ്ഞ് ഹൈസ്കൂൾ വരേണ്ടതിന് പകരം ഡയറക്റ്റ് ഹയർ സെക്കൻഡറി ആണ് എടുത്തേക്കുന്നത്.
ഞങ്ങളുടെ ഹൈസ്കൂളിലുള്ള ഏതൊരു കുട്ടിക്ക് ഭരതനാട്യത്തിനുണ്ടെന്നും പറഞ്ഞ് ഞങ്ങളുടെ എടുക്കാതെ UP കഴിഞ്ഞ് ഡയറക്റ്റ് ഹയർ സെക്കൻഡറിയിലേക്ക് പോയിരിക്കുവാണ്. ഞങ്ങൾ ഇത്രയും നേരമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഞങ്ങൾ രാവിലെ ഒരു 7 മണിക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് മുമ്പായിട്ട് ഒരുങ്ങി നിൽപ്പാണ് നിൽക്കുന്നത്. ഇപ്പം സന്ധ്യ അടുത്തായി. ഇപ്പം ഹൈസ്കൂളിൽ 2-3 പേരേ ഉള്ളൂ എന്നിട്ടും അവരെത്ര നേരം വേസ്റ്റ് ചെയ്ത് കളഞ്ഞത്. ആ ഒരു സമയമൊക്കെ ഇവർ ഹയർ സെക്കൻഡറിക്കാരുടെ വരട്ടെന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഹയർ സെക്കൻഡറിക്കാർ വരുമെന്നും പറഞ്ഞ് അവരുടെ കിരീടം വെച്ചിട്ടില്ലെന്നും പറഞ്ഞ് വെക്കാനൊരു സമയം വേണമെന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഇത്രയും നേരം. ആ ഒരു സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ ഞാൻ ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂൾ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഞാൻ. രാവിലെ മുതൽ മേക്കപ്പെട്ട മത്സരത്തിന് മണിക്കൂറുകൾ കാത്തുനിൽക്കുന്ന കുട്ടികളുടെ മാനസികാവസ്ഥ വിവരണാതീതം. ഭക്ഷണം പോലും കഴിക്കാനാവാതെ അവശതയിലായി ആത്മവിശ്വാസം നഷ്ടപ്പെട്ടാണ് പലരും മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഇതിനിടെ സംഘാടകരുടെ ചില ക്രമീകരണങ്ങളും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. മത്സരങ്ങൾ തീരുന്നതിനനുസരിച്ച് കലോത്സവ ടൈം ടേബിൾ മത്സരങ്ങളുടെ സമയം എഴുതിയിട്ടില്ല. 9 മണിക്ക് തുടങ്ങുമെന്ന് മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഓരോ മത്സരങ്ങളും തീരുന്നതിനനുസരിച്ച് ഞങ്ങളിവിടെ വന്ന് റെഡിയായി നിൽക്കുന്നതാണ്. ഒരു കുട്ടി റിപ്പോർട്ട് ചെയ്തില്ല, ബാക്കി ഒന്നും നമ്മൾ സംസാരിക്കുന്നതേ ഇല്ല. എന്നാലും ഒരു കുട്ടിക്ക് ഭരതനാട്യവും മോഹിനിയാട്ടവും 3 മത്സരങ്ങളുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആ കൊച്ചിന് കൊടുക്കുന്ന മാനുഷിക പരിഗണനയുടെ ഒരു 1/4 ഭാഗം ഈ കൊച്ചിന് കൊടുത്തായിരുന്നെങ്കിൽ ഇവൻ രാവിലെ ആഹാരം കഴിച്ചുകൊണ്ട് നിൽക്കണം. ഇവിടെ റിപ്പോർട്ട് ചെയ്യാൻ നിന്നിട്ട് പരിപാടി തുടങ്ങിയപ്പോൾ ഇവിടെ റിപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതാണ്. ഇപ്പം 4 മണിക്കൂറിൻ്റെ അടുത്താകാറായി ഏകദേശം. അതൊരു ഒരു മാനുഷിക പരിഗണന കാണിച്ചാൽ മതിയായിരുന്നു ആ കാര്യത്തിൽ. വേറൊന്നും വേണ്ട. കാരണം എല്ലാവർക്കും മത്സരിക്കണം, അത് അംഗീകരിക്കാം. പക്ഷെ സമയത്ത് വരുന്നവരെ മാനിക്കണം, അവർക്കൊരു വില തരണം. അത് എത്രേ പറയുന്നുള്ളൂ. എല്ലാ കലോത്സവത്തിലും ഇത് തന്നെ ആയിരിക്കാം. പക്ഷെ നമ്മുടെ വിഷമങ്ങളാണ് നമ്മളിങ്ങനെ പറയണത്. 5-6 മണിക്കൂറുകൾ കാത്തുനിന്ന് കുഴഞ്ഞു വീഴാറായ കുരുന്നുകളോട് മാനുഷിക പരിഗണന കാണിക്കണമെന്നാണ് രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും ആവശ്യം. ടൈം ന്യൂസ്, കായംകുളം. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം കേരള നടന മത്സരത്തിൽ ചേർത്തല സ്വദേശിനിയായ നിരഞ്ജന രാജീവിന് ഫസ്റ്റ് A ഗ്രേഡ്. ചേർത്തല ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് നിരഞ്ജന രാജീവ്. യൂണിവേഴ്സിറ്റി കലാപ്രതിഭയായ വിഷ്ണു ചേർത്തലയുടെ ശിക്ഷണത്തിലാണ് കേരള നടനം പരിശീലിക്കുന്നത്. ചേർത്തല നഗരസഭ 24ാം വാർഡിൽ സെൻറ് മാർട്ടിൻ വെളിയിൽ പുത്തൻവീട് വീട്ടിൽ പരേതനായ രാജീവിൻ്റെയും നവീനയുടെയും മകളാണ് നിരഞ്ജന രാജീവ്. ടൈം ന്യൂസ്, കായംകുളം. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിലെ ഹൈസ്കൂൾ വിഭാഗം ഓട്ടൻതുള്ളൽ മത്സരത്തിൽ ചേർത്തലയുടെ അർജുൻ മനോജിന് A ഗ്രേഡോടെ 1ാം സ്ഥാനം. ചേർത്തല ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അർജുൻ മനോജ്. ശിവനുമിക പിറന്നോരും വിരവിനുടകിടം തീർത്തു രക്ഷിച്ചു കൊള്ളുവാൻ വൻപേറും തമ്പുരാനെ തവ പദകമലം സന്തകം കൈതൊഴുന്നേ. ഹൈസ്കൂൾ വിഭാഗം ഓട്ടംതുള്ളലിലാണ് ചേർത്തല ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ അർജുൻ മനോജ് ഫസ്റ്റ് A ഗ്രേഡ് നേടിയത്. മിഥുൻ കൃഷ്ണ ചേർത്തലയുടെ ശിക്ഷണത്തിലാണ് ഓട്ടംതുള്ളൽ പരിശീലിക്കുന്നത്.
ചേർത്തല നഗരസഭ 2-ാം വാർഡിൽ കൊച്ചുപറമ്പിൽ KT മനോജിൻ്റെയും സ്മിത മനോജിൻ്റെയും മകനാണ് അമ്പാടി എന്ന് വിളിക്കുന്ന അർജുൻ മനോജ്. ആദിത്യൻ മനോജ് സഹോദരൻ. ടൈം ന്യൂസ് കായംകുളം. സബ് ജില്ലാ കലോത്സവത്തിൽ തഴയപ്പെട്ട് അപ്പീലിലൂടെ റവന്യൂ ജില്ലാ കലോത്സവത്തിൽ ചരിത്ര വിജയം നേടി ആലപ്പുഴ ലജനത്തുൽ മുഹമ്മദിയ സ്കൂൾ. ഹൈസ്കൂൾ വിഭാഗം ദഫ്മുട്ട് മത്സരത്തിലാണ് ആലപ്പുഴ ലജനത്ത് സ്കൂൾ ചരിത്ര വിജയം നേടിയത്. ദഫ്മുട്ടിൽ ചരിത്ര വിജയം സ്വന്തമാക്കി ആലപ്പുഴ ലജനത്തുൽ. മലബാറിന്റെ തനത് കലയുടെ ഈണങ്ങളിൽ നിറഞ്ഞ കലോത്സവ വേദി. ഭക്തിയിൽ തുടങ്ങി ഭയാനകത്തിൽ അവസാനിക്കുന്ന താളശൈലികളിൽ ദഫിന്റെ ചുവടുകൾ മാറി മാറി വേദിയെ ഭക്തിസാന്ദ്രമാക്കി. ദഫ്മുട്ടിൽ സബ് ജില്ലയിൽ തഴയപ്പെട്ട അപ്പീലിലൂടെ ചരിത്ര വിജയമാണ് ആലപ്പുഴ ലജനത്തുൽ മുഹമ്മദിയ നേടിയത്. പാട്ടും ശ്രുതിയും താളവും ഒത്തുചേർന്ന ആസ്വാദനത്തിന് മൊഞ്ചേകി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തുടങ്ങി ഷെയ്ഖ് കഹബത്തുള്ളയിൽ അവസാനിക്കുന്ന ബെയ്ത്ത് പൂർണ്ണ ഭക്തിയിൽ ഹൃദയവും മനസ്സും ഒരുപോലെ ലയിച്ചു ചേരുന്ന കലയാണ് ദഫ്മുട്ട്. നീണ്ട വർഷങ്ങൾക്ക് ശേഷമാണ് ആലപ്പുഴ ലജനത്തുൽ മുഹമ്മദിയ സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഈ നേട്ടം ലഭിക്കുന്നത്. തുടർച്ചയായ 4 മാസത്തെ പരിശീലനത്തിലൂടെയാണ് ഒന്നാമതെത്താൻ കഴിഞ്ഞത്. സജാദ്, ഫഹർ എന്നിവരായിരുന്നു പരിശീലകർ. ടൈം ന്യൂസ് ആലപ്പുഴ. ആലപ്പുഴയിൽ നവജാത ശിശുവിൻ്റെ അസാധാരണമായ വൈകല്യം. ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ആശുപത്രിക്കും ലാബിനുമെതിരായ പരാതികൾ പോലീസ് അന്വേഷിക്കും. നവജാത ശിശുവിന്റെ അസാധാരണ വൈകല്യങ്ങൾ ഗർഭാവസ്ഥയിൽ കണ്ടെത്തുന്നതിൽ വീഴ്ചയുണ്ടെന്ന ആരോപണത്തിൽ ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ വി മീനാക്ഷിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം അന്വേഷണം തുടങ്ങി. വെള്ളിയാഴ്ച മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലുമെത്തി ഡോക്ടർ മീനാക്ഷി വിശദവിവരങ്ങൾ ശേഖരിച്ചു. അടുത്ത ദിവസം സർക്കാരിന് റിപ്പോർട്ട് നൽകും. കുഞ്ഞിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡോക്ടർ മീനാക്ഷിയും മെഡിക്കൽ സംഘത്തിലെ മറ്റു 3 പേരും പരിശോധിച്ചു. കുഞ്ഞിന്റെ മാതാപിതാക്കളെ കണ്ട വിവരങ്ങൾ ചോദിച്ചു. ഗൈനക് തിയേറ്റർ, ലേബർ റൂം എന്നിവിടങ്ങളിലെ ഫയലുകളും സംഘം പരിശോധിച്ചു. ആരോപണം നേരിടുന്ന 2 സ്വകാര്യ ലാബുകളിലും സംഘം പരിശോധന നടത്തി. വനിതാ ശിശു ആശുപത്രിയിലെ ഡോക്ടർമാരിൽ നിന്നും ജീവനക്കാരിൽ നിന്നും വിവരങ്ങൾ തേടി. DMO ഓഫീസിലെത്തി ചർച്ചകളും നടത്തി. കുഞ്ഞിന്റെ വൈകല്യങ്ങൾ ലഘൂകരിക്കാനുള്ള തെറാപ്പി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വിദഗ്ധ സംഘം നിർദ്ദേശങ്ങൾ നൽകും. മെഡിക്കൽ സംഘം എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തുവെന്നും കുഞ്ഞിന്റെ പിതാവ് ആലപ്പുഴ ലജനത്ത് വാർഡ് നവറോജി പുരയിടത്തിൽ അനീഷ മുഹമ്മദ് പറഞ്ഞു. തുടർ പരിശോധന ആലപ്പുഴയിൽ തന്നെ നടത്താൻ സൗകര്യമൊരുക്കുമെന്ന് അവർ ഉറപ്പു നൽകി. തുടർ ചികിത്സ സർക്കാർ ഏറ്റെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അനീഷ് കൂട്ടിച്ചേർത്തു. അതേസമയം വനിതാ ശിശു ആശുപത്രിയിൽ ചികിത്സാപ്പിഴവുണ്ടായെന്ന ആരോപണത്തിലും സ്വകാര്യ ലാബുകളിലെ പരിശോധനയിൽ കുഞ്ഞിന്റെ അസാധാരണ വൈകല്യം കണ്ടുപിടിക്കാൻ കഴിയാതിരുന്നതിലും പോലീസ് വ്യത്യസ്ത അന്വേഷണം നടത്തും. ലാബുകളിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച ശനിയാഴ്ച മുതൽ പരിശോധിക്കും. മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷം ആലപ്പുഴ DYSP MR മധുബാബുവിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം തുടർ നടപടികളിലേക്ക് കടക്കും. ആശുപത്രിയിലെ 2 ഡോക്ടർമാർക്കും സ്വകാര്യ ലാബുകളിലെ 2 ഡോക്ടർമാർക്കുമെതിരെയാണ് സൗത്ത് പോലീസ് കേസെടുത്തത്. 1 വർഷം മുൻപ് ഈ ആശുപത്രിയിൽ പ്രസവം എടുക്കുന്നതിനിടെ നവജാത ശിശുവിന്റെ കൈ തളർന്നതായി ആരോപിച്ച കുട്ടിയുടെ പിതാവ് റെയിൽവേ സ്റ്റേഷൻ വാർഡ് ചിറപ്പറമ്പ് വിഷ്ണു DYSPക്ക് പരാതി നൽകിയിരുന്നു. ടൈം ന്യൂസ് ആലപ്പുഴ. ചക്കുളത്തുകാവ് ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിന് വിപുലമായ ഒരുക്കങ്ങൾ. ഡിസംബർ 13-നാണ് പ്രസിദ്ധമായ കാർത്തിക പൊങ്കാല. പൊങ്കാല മഹോത്സവം കുറ്റമറ്റതാക്കാൻ അവലോകന യോഗത്തിൽ തീരുമാനം. ചക്കുളത്തുകാവിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല അവലോകന യോഗം ചേർന്നു. മാനേജിംഗ് ട്രസ്റ്റി മണിക്കുട്ടൻ നമ്പൂതിരിയുടെ അധ്യക്ഷതയിൽ നടന്ന അവലോകന യോഗത്തിൽ ജനപ്രതിനിധികൾ, വിവിധ വകുപ്പുകളെ പ്രതിനിധീകരിച്ച ഉദ്യോഗസ്ഥർ, പൊതുപ്രവർത്തകർ, മാധ്യമപ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. ക്രമസമാധാന പാലനത്തിൽ വനിതാ പോലീസ് ഉൾപ്പെടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ സേവനം പൊങ്കാല വീതിയിൽ സജ്ജമാക്കുമെന്ന് നിയമപാലകർ അറിയിച്ചു. ആംബുലൻസ് സേവനവും കൊതുക് നശീകരണവും ക്ലോറിനേഷൻ നടത്താനും ക്ഷേത്രാങ്കണത്തിൽ താൽക്കാലിക ക്ലിനിക്ക് പ്രവർത്തിപ്പിക്കുവാനും ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി. എടത്വ തിരുവല്ല ഡിപ്പോയ്ക്ക് പുറമെ നീരേറ്റുപുറം പാലത്തിന് കിഴക്കേക്കരയിലും തലവടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ മൈതാനത്തും പൊങ്കാല തലേന്ന് മുതൽ താൽക്കാലിക ഡിപ്പോയുടെ പ്രവർത്തനം സജ്ജമാക്കുമെന്ന് KSRTC അറിയിച്ചു. പൊങ്കാല കലങ്ങൾ നിരത്തുന്ന റോഡുകൾ, ഗ്രാമീണ പാതകൾ എന്നിവിടങ്ങളിലെല്ലാം പുല്ലുകളും കാടുകളും വെട്ടിമാറ്റി വൃത്തിയാക്കാനും ഡിസംബർ 12, 13 തീയതികളിൽ പൊങ്കാല വീഥികളിലെ മത്സ്യമാംസ മാർക്കറ്റിന്റെ പ്രവർത്തനം നിർത്തിവെക്കാനും വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് തലത്തിൽ തീരുമാനിച്ചു. കുടിവെള്ളത്തിനാവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി പൊങ്കാല വീഥികളിൽ താൽക്കാലികമായ കിയോസ്കുകൾ സ്ഥാപിച്ച കുടിവെള്ളം എത്തിക്കുന്നതിനു പുറമെ വാഹനങ്ങളിലും ശുദ്ധജലം എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് എടത്വ ജല അതോറിറ്റിയെ പ്രതിനിധീകരിച്ച ഉദ്യോഗസ്ഥ ഉറപ്പു നൽകി. ഭക്ഷണ സാധനങ്ങളുടെ ഗുണനിലവാരം പരിശോധിക്കാൻ പ്രത്യേക സ്ക്വാഡ് രൂപീകരിക്കുമെന്ന് ആരോഗ്യ വകുപ്പും നദികളിൽ കുളിക്കാനിറങ്ങുന്നവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ഫയർഫോഴ്സും അറിയിച്ചു. പൊങ്കാല ദിനത്തിൽ നിർദ്ദിഷ്ട സ്ഥലങ്ങളിലെ മദ്യഷാപ്പുകളും ബിവറേജസ് ഔട്ട്ലെറ്റും അടച്ചിടുന്നതിന് പിന്നാലെ അനധികൃത മദ്യവിൽപ്പനയ്ക്കെതിരെ സമഗ്ര അന്വേഷണം നടത്തുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ ബന്ധപ്പെട്ട വകുപ്പുകളെ അറിയിച്ചു. അവലോകന യോഗം തിരുവല്ല നഗരസഭാ ചെയർപേഴ്സൺ അനു ജോർജ് ഉദ്ഘാടനം ചെയ്തു. ചെങ്ങന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ ശോഭ വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ചു. തലവടി, നെടുമ്പുറം, തിരുവണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഗായത്രി ബി നായർ, ടി പ്രസന്നകുമാരി, സജി നെടുമുടി, പുളിക്കീഴ് CIമാരായ നൌഫൽ അജികുമാർ, എടത്വ SIN രാജേഷ്, ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിനു ഐസക് രാജു, തലവടി വില്ലേജ് ഓഫീസർ റജി പോൾ, മേൽശാന്തിമാരായ അശോകൻ നമ്പൂതിരി, രഞ്ജിത്ത് B,
നമ്പൂതിരി, ദുർഗാദത്തൻ നമ്പൂതിരി, തലവടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോജി എബ്രഹാം, സ്ഥിരം സമിതി അധ്യക്ഷരായ കൊച്ചുമോൾ ഉത്തമൻ, സുജി സന്തോഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് പിഷാരത്ത, ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് MP രാജീവ്, സെക്രട്ടറി സ്വാമിനാഥൻ എന്നിവർ സംസാരിച്ചു. ഡിസംബർ 13 പ്രസിദ്ധമായ കാർത്തിക പൊങ്കാല നടക്കും. കേന്ദ്ര പെട്രോളിയം ടൂറിസം വകുപ്പ് മന്ത്രി സുരേഷ് ഗോപി പൊങ്കാല ഉദ്ഘാടനം ചെയ്യും. രാധിക സുരേഷ് ഗോപി മുഖ്യാതിഥ്യം സ്വീകരിക്കും. മാനേജിംഗ് ട്രസ്റ്റി മണിക്കൂട്ടൻ നമ്പൂതിരി അധ്യക്ഷത വഹിക്കും. മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തും. വൈകിട്ട് 6:30 പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് IAS കാർത്തിക സമ്പത്തിൽ അഗ്നിദീപം പകരും. ടൈം ന്യൂസ്, ആലപ്പുഴ. കായംകുളത്ത് ദുരൂഹമായ സാഹചര്യത്തിൽ വീടിന് തീപിടിച്ച് ഒരാൾ മരിച്ച നിലയിൽ. ഗ്രഹനാഥയായ വീട്ടമ്മ വീട്ടിലില്ലാതിരുന്ന സമയത്താണ് വീടിന് തീപിടിച്ചത്. മരിച്ചത് ആരെന്ന് വ്യക്തമല്ല. പോലീസ് അന്വേഷണം തുടരും. ദുരൂഹ സാഹചര്യത്തിൽ വീടിന് തീപിടിച്ച ഒരാൾ മരിച്ചു. കൃഷ്ണപുരം പാലസ് വാർഡിൽ കിഴക്കേ വീട് സരളയുടെ വീടാണ് കത്തിനശിച്ചത്. മരിച്ചയാളെ തിരിച്ചറിയാനായിട്ടില്ല. പൊള്ളലേറ്റ് വികൃതമായ നിലയിലാണ് മൃതദേഹമുള്ളത്. സമീപത്തെ ക്ഷേത്രത്തിലെ ജീവനക്കാരിയായ സരള വീട്ടിലില്ലായിരുന്നു. വെള്ളിയാഴ്ച രാത്രി വീട്ടിലെത്തിയപ്പോൾ ഒരു ഭാഗം കത്തിനശിച്ചതായി കണ്ടു. ബന്ധുക്കളെ വിളിച്ചു വരുത്തി. ഇവർ പോലീസിലും തുടർന്ന് അഗ്നിരക്ഷാസേനയിലും വിവരം അറിയിച്ചു. അവർ എത്തി തീയണച്ച് പരിശോധിച്ചപ്പോഴാണ് മൃതദേഹം കണ്ടത്. അടുക്കള ഭാഗത്തു നിന്നും ഗ്യാസ് സിലിണ്ടർ എടുത്ത് തകർന്ന് കാട് പിടിച്ചു കിടക്കുന്ന മറ്റൊരു മുറിയുടെ അടുത്തെത്തിച്ച് കത്തിച്ചതാണെന്ന് സംശയിക്കുന്നു. റെഗുലേറ്റർ ബന്ധിപ്പിക്കാതെ ഗ്യാസ് കത്തിക്കുകയായിരുന്നു. സ്ഥലത്ത് പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സരളയുടെ ഒരു ബന്ധുവിനെ കാണാതായതായി സൂചനയുണ്ട്. ടൈം ന്യൂസ്, കായംകുളം. കുമരകം ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെ പ്രവേശന കവാടമായ തണ്ണീർമുക്കത്തിൻ്റെ വികസന സാധ്യതകൾ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് മുൻ കേന്ദ്രമന്ത്രി പ്രൊഫസർ KV തോമസ് XMP. ഏറെ വികസന സാധ്യതകളുള്ള പ്രദേശമാണ് തണ്ണീർമുക്കമെന്നും KV തോമസ് പറഞ്ഞു. തണ്ണീർമുക്കം വികസന സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ശ്രദ്ധ ക്ഷണിക്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു KV തോമസ്. ജനജീവിതത്തിലുണ്ടാകുന്ന മാറ്റമാകണം വികസനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തന്റെ നാടായ കുമ്പളങ്ങിയിൽ ഉണ്ടായ ടൂറിസം വികസനം ലോകശ്രദ്ധ കവർന്നു. മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി മുന്നോട്ട് പോയാൽ തണ്ണീർമുക്കത്തിലും നേട്ടം കൊയ്യാൻ കഴിയുമെന്ന് KV തോമസ് പറഞ്ഞു. ശുചിത്വവും പ്രകൃതി ഭംഗിയുമാണ് ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നത്. ശുചിത്വത്തിന്റെ കാര്യത്തിൽ കേരളം ഇനിയും മുന്നോട്ട് പോകാനുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചെയർമാൻ സുബ്രഹ്മണ്യം മുസത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം PS ഷാജി, ബേബി തോമസ്, CP ബോസ്ലാൽ, രാജേന്ദ്ര പ്രസാദ്, KB ബിമൽ റോയ്, ദീപു, VP ബിനു, വാരനാട് മോഹനൻ, PK ശശികുമാർ, PV സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ അഥവാ KSTAയുടെ ചേർത്തല സബ് ജില്ലാ സമ്മേളനം നടന്നു. ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സബ് ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചത്. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ചേർത്തല ഉപജില്ലാ സമ്മേളനം നടന്നു. ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. പുഷ്പാർച്ചന, പതാക ഉയർത്തൽ എന്നിവയ്ക്ക് ശേഷം സമ്മേളനം ആരംഭിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം GK ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട് നാളിതുവരെ സമര പോരാട്ടങ്ങളിലൂടെ കടന്നു വന്ന് ആ സമര പോരാട്ടങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്ത് ഈ രാജ്യത്തെ ഏറ്റവും മഹത്തരമായ വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖല കരുപിടിപ്പിച്ചെടുക്കുന്നതിൽ നിർണായകമായ റോള് വഹിച്ച സംഘടനയാണ് KST. സബ് ജില്ലാ പ്രസിഡന്റ് C സതീഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ TJ അജിത്, NR സീത, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ B സന്തോഷ്, MV സാബുമോൻ, NS ശ്രീകുമാർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പ്രഷ്യ രവീന്ദ്രൻ, ശിവരാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഗ്രേസി മാത്യു എൻഡോമെൻറ്റുകളും വിതരണം ചെയ്തു. സബ് ജില്ലാ സെക്രട്ടറി B ബിജു സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി TR ജിജികുമാർ നന്ദിയും പറഞ്ഞു. തുടർന്ന് പ്രതിനിധി സമ്മേളനം ആരംഭിച്ചു. സബ് ജില്ലാ വൈസ് പ്രസിഡന്റ് PV ജുബീഷ് രക്തസാക്ഷി പ്രമേയവും ജോയിന്റ് സെക്രട്ടറി TC രഞ്ജിത്ത് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് S ജൂലി സംഘടനാ റിപ്പോർട്ടും സബ് ജില്ലാ സെക്രട്ടറി B ബിജു പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ഡേവിഡ് ഫിലിപ്പ് കണക്കും അവതരിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് സുമയ്യ BV സ്വാഗതം പറഞ്ഞു. ടൈം ന്യൂസ്, ചേർത്തല. ചേർത്തല പള്ളിപ്പുറം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫോട്ടോഗ്രാഫർമാരുടെ കൂട്ടായ്മയായ ടീം ABC വാഹനാപകടങ്ങൾ കുറയ്ക്കാനുള്ള പ്രവർത്തനങ്ങളുമായി രംഗത്ത്. മോട്ടോർ വാഹന വകുപ്പിൻ്റെ പിന്തുണയോടെയാണ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ചേർത്തല അരൂക്കുറ്റി റോഡിൽ വർദ്ധിച്ചു വരുന്ന വാഹനാപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തനങ്ങളെന്ന് ടീം ABC ഭാരവാഹികൾ അറിയിച്ചു. ABCയിൽ ആദ്യം ക്രിക്കറ്റ് ടൂർണമെൻറ്റുകളും കാര്യങ്ങളും മാത്രമല്ലായിരുന്നു. പിൽക്കാലത്ത് സമൂഹത്തിനായിട്ട് എന്തെങ്കിലും ചെയ്യണം, എന്തെങ്കിലും ആയിട്ട് ABCയുടെ വക സംഭാവനകൾ നൽകാം എന്നുള്ള തീരുമാനത്തിലാണ് ഓരോ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഓരോരോ പ്രവർത്തനങ്ങൾ എടുക്കാൻ തുടങ്ങിയത്. ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ആലപ്പുഴ ജില്ലാ ടീമിലേക്ക് സെലക്ഷൻ നേടിയ ഒരു കായിക താരത്തിനായി
ഈ ABC ഒരു സ്പോർട്സ് കിറ്റ് നൽകുകയുണ്ടായി. അതേപോലെ തന്നെ വാഹന അപകടങ്ങളിലും ഈ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വീടുകൾക്കായിട്ടുള്ള ചികിത്സാ സഹായങ്ങൾ നൽകുന്നുണ്ട്. ഒരുപാട് ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോഴാണ് ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അപകടം നടന്ന നമ്മുടെ ചേർത്തല അരൂക്കുറ്റി റോഡ്, തുറവൂർ അരൂർ എലിവേറ്റഡ് ഹൈവേയുടെ ഭാഗമായിട്ട് ഇപ്പോൾ കൂടുതലും വാഹനങ്ങൾ നമ്മുടെ അരൂക്കുറ്റി ചേർത്തല റൂട്ടിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുറത്തു നിന്നുള്ള വാഹനങ്ങൾ വരുമ്പോഴേക്ക് സ്വാഭാവികമായിട്ട് യാത്രക്കാർക്ക് ആ റോഡിനെ പറ്റി അധികം ധാരണ ഉണ്ടാകത്തില്ല. വളരെ നല്ല റോഡാണ്. ഈ ഇടക്കിടക്ക് ഈ വളവ് കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്ക് പരിചയമില്ലാത്ത വാഹനങ്ങൾ പോകുമ്പോഴേക്ക് അവിടെ അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. തൻഫലമായി ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരു 7 തൊട്ട് 15 പേരോളം മരിക്കുകയുണ്ടായി. ആ സാഹചര്യത്തിലാണ് ABC പെട്ടെന്ന് ഇന്നലെ തന്നെ ചെയ്തൊരു കാര്യമാണ് ആ റൂട്ടിലെ എല്ലാ ട്രാഫിക് ലൈനുകളും ഈ സിഗ്നലുകൾ ട്രാഫിക് സൈനുകളും ക്ലിയർ ചെയ്ത്. ഏതൊരു ക്രിക്കറ്റ് പ്രേമിയെയും പോലെ ക്രിക്കറ്റ് കളിക്കുവാനായി ഒത്തുകൂടിയ ഒരു കൂട്ടം ഫോട്ടോഗ്രാഫർമാരുടെ കൂട്ടായ്മയാണ് ടീം ABC. എന്നാൽ ക്രിക്കറ്റിനപ്പുറം സാമൂഹിക പ്രതിബദ്ധത എന്നത് എന്താണെന്ന് മറ്റുള്ളവർക്ക് മാതൃകയാക്കുന്നവണ്ണം കാണിച്ചു തരികയാണ് ടീം ABC. ന്യൂഡൽഹിയിൽ അംഗങ്ങൾ ഒത്തൊരുമിച്ചൊരു തീരുമാനമെടുക്കുകയും ചേർത്തല മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ രാജേഷിന്റെ അനുമതിയും സഹകരണവും കൂടി പ്രചോദനമായതോടെ പിന്നെ ഒന്നും നോക്കിയില്ല. 50ഓളം പേരടങ്ങുന്ന ടീം ABC ചേർത്തല അരൂക്കുറ്റി റോഡിലേക്ക് ഇറങ്ങി. നിലവിൽ ജില്ലയിൽ വളരെ അപകടം നിറഞ്ഞ റോഡാണ് ചേർത്തല അരൂക്കുറ്റി റോഡ്. തുറവൂർ അരൂർ ഉയരപാത നിർമ്മാണം നടക്കുന്നതിനാൽ NH വഴി പോകേണ്ട അധികം വാഹനവും ഈ റൂട്ട് വഴി തിരിച്ചുവിടുന്നതും വളരെ നല്ലൊരു റോഡിൽ വേഗത വർദ്ധിപ്പിക്കുന്നതും തുടർച്ച വരുന്ന വളവുകൾ കാണാതെ വരികയും അത് ആക്സിഡന്റിലേക്ക് നയിക്കുകയുമാണ് ചെയ്യുന്നത്. ഈ റൂട്ടിൽ വളവുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന അപകട സൂചനാ ബോർഡുകൾ അഴുക്കും പൂപ്പലും പായലും ചെറിയ കാടുകളും പിടിച്ച് മറഞ്ഞിരിക്കുന്നതും അപകടം സൃഷ്ടിക്കുമെന്നതിനാൽ അതെല്ലാം ക്ലീൻ ചെയ്യുകയും പുതിയ റിഫ്ലക്സ് സ്റ്റിക്കറുകൾ സ്ഥാപിക്കുകയും ഡ്രൈവറിന് കാഴ്ച മറയ്ക്കുന്ന ചെറിയ മരങ്ങൾ വെട്ടിത്തെളിക്കുകയും ചെയ്തു. ഒരു കൂട്ടം ഫോട്ടോഗ്രാഫർമാരുടെ ക്രിക്കറ്റ് പ്രേമത്താൽ ഉടലെടുത്ത ടീം ABCയുടെ സാമൂഹിക പ്രതിബദ്ധതയോടെയുള്ള പ്രവർത്തനം വളരെയധികം അഭിനന്ദനാർഹവും മാതൃകാപരവുമാണെന്ന് ചേർത്തല മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ രാജേഷ് കൂട്ടിച്ചേർത്തു. ചെറുപ്പക്കാരുടെ ക്ലബ്ബായിട്ടുള്ള ABC ക്ലബ്ബ് ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ്റെ ഈ ക്ലബിൻ്റെ അംഗങ്ങൾ നിങ്ങളുടെ ഒരു ദിവസം റോഡ് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇതുപോലത്തെ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കണം. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കിട്ടിയൊരു വാർത്ത എന്നുണ്ടെങ്കിൽ ചേർത്തലയിൽ KSRTC ബസ് ഇടിച്ച് 2 പേരുടെ മരണത്തിനിടയായി എന്നുള്ളത്. ആ സൈറ്റിലെ സ്പോട്ടിലാണ് ഞാൻ രാവിലെ പോയിട്ട് നോക്കിയിരുന്നത്. രാത്രി KSRTC ബസ്സിന്റെ മുമ്പിൽ ഒരു മണിയായപ്പോൾ രാത്രി 1 മണിയായപ്പോൾ ഒരു ബൈക്കിൽ വന്ന് 2 പേര് 24 വയസ്സുള്ള 2 കുട്ടികളാണ്. അവർ ബസ്സിന് മുമ്പിലായിട്ട് ഇടിച്ചു. ഹെൽമെറ്റ് ഉണ്ടെങ്കിലും രക്ഷപ്പെടുമായിരുന്നില്ല. അത്രയും വേഗതയിലുള്ള അപകടമാണ് രാത്രി നടന്നേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ നമുക്ക് പറ്റും. നിങ്ങളെ പോലെയുള്ള ഊർജ്ജസ്വലരായിട്ടുള്ള ചെറുപ്പക്കാർ നിങ്ങളുടെ ഒരു ചെറിയൊരു സമയം ഇതിനുവേണ്ടി ചെലവാക്കിയില്ലെങ്കിൽ നമുക്ക് ഈ രാജ്യം വളരെ മനോഹരമാക്കാം, സുരക്ഷിതമാക്കാം, സേഫാക്കാം. ടൈം ന്യൂസ് ചേർത്തല. ആലപ്പുഴ കടപ്പുറത്ത് കൂറ്റൻ നീല തിമിംഗലത്തിന്റെ ജഡം അടിഞ്ഞു. സമീപത്തായി കടലാമയുടെ ജഡവും കണ്ടെത്തി. വനം വകുപ്പ് അധികൃതർ എത്തി റവന്യൂ വകുപ്പിന്റെയും നഗരസഭ അധികൃതരുടെയും സഹകരണത്തോടെ ജഡം പോസ്റ്റ്മോർട്ടം നടത്തി കുഴിച്ചുമൂടി. ആലപ്പുഴ കടപ്പുറത്ത് വിജയ് പാർക്കിന് സമീപത്താണ് കൂറ്റൻ തിമിംഗലത്തിന്റെ ജഡം അടിഞ്ഞത്. അഴുകി തുടങ്ങിയിട്ടുണ്ട്. 10 മീറ്ററോളം നീളമുള്ള നീലത്തിമിംഗലത്തിന്റെ ജഡത്തിന് 4 ടണ്ണിലേറെ ഭാരമുണ്ടാകുമെന്ന് കണക്കാക്കപ്പെടുന്നു. രൂക്ഷമായ ദുർഗന്ധവും പരന്നു. സമീപത്തായി കടലാമയുടെ ജഡവും കണ്ടെത്തി. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നഗരസഭ റവന്യൂ അധികൃതരും സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ച ശേഷം സമീപത്ത് തന്നെ കുഴിച്ചുമൂടി. 1 മാസം മുമ്പ് ചേർത്തല ഒറ്റമേശ്ശേരി ഭാഗത്തും കൂറ്റൻ നീലത്തിമിംഗലത്തിന്റെ ജഡം കരക്കിടിഞ്ഞിരുന്നു. ടൈം ന്യൂസ് ആലപ്പുഴ. ഹിന്ദു ഐക്യവേദി മുഹമ്മ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. മുനമ്പത്തെ ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണാ സമരം ഒരുക്കിയത്. ഹിന്ദു ഐക്യവേദി മുഹമ്മ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. സംസ്ഥാന സമിതി അംഗം CN ബിനു ഉദ്ഘാടനം ചെയ്തു. പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടതിന്റെ പേര് ഭേദഗതി ചെയ്യുന്നുണ്ട്. ഭേദഗതിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വിഷയത്തെ വേണമെങ്കിൽ എതിർക്കാം, സ്വാഭാവികമാണ്. ഇതിന്റെ ബോർഡിന്റെ പേര് വെക്കേണ്ടത് ഞങ്ങളാണ് എന്ന് പറയാമായിരിക്കാം. പക്ഷെ ഇത് ചർച്ച ചെയ്യാൻ JPC മുമ്പിലാണ്. ഈ വിഷയം
ചർച്ച ചെയ്യുവാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. JPC മുമ്പിൽ വന്ന ശേഷം ഈ റിപ്പോർട്ട് പാർലമെന്റിൽ അവതരിപ്പിച്ച് പാർലമെന്റിൽ ചർച്ചയ്ക്ക് വിധേയമാക്കി തീരുമാനമെടുത്ത ശേഷം ആവശ്യമായ ഭേദഗതികളോടെയാണ് ഈ നിയമം നടപ്പാക്കേണ്ടത്. അല്ലാതെ ഇത് ഒന്നിച്ചു നടപ്പാക്കുന്നത്. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് PR പ്രസാദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി S ചന്ദ്രശേഖരൻ, താലൂക്ക് പ്രസിഡന്റ് K പുരുഷോത്തമൻ, ജനറൽ സെക്രട്ടറി മുരളീധരൻ, മത്സ്യപ്രവർത്തക സംഘം ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീകുമാർ, KV ബാബു, TS അനിൽകുമാർ, രാജേഷ്, CV നടേശൻ, മർഫി മറ്റത്തിൽ എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ് മുഹമ്മ നസ്രത്ത് കാർമൽ ദേവാലയത്തിലെ അമലോത്ഭവ മാതാവിൻ്റെ തിരുനാളാഘോഷത്തിന് തുടക്കമായി. നൂറുകണക്കിന് വിശ്വാസികൾ കൊടിയേറ്റ് ചടങ്ങിൽ പങ്കെടുത്തു. പ്രാർത്ഥനാ ഗീതങ്ങളും വാദ്യമേളങ്ങളും നിറവേകിയ അന്തരീക്ഷത്തിൽ മുഹമ്മദ് നസ്രത്ത് കാർമൽ ആശ്രമ ദേവാലയത്തിലെ അമലോത്ഭവ മാതാവിൻ്റെ തിരുനാളിന് കൊടിയേറി. നസ്രത്ത് കാർമൽ ആശ്രമ പ്രിയോൺ റവറൻ ഫാദർ പോൾ തുണ്ടുപറമ്പിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ഫാദർ ജോർജ് തിരുമംഗലം, ഫാദർ സാംജി വടക്കേടം, ഫാദർ ഷാജി ഏണക്കാട്, ഫാദർ സജി ചിറമുഖത്ത്, കൺവീനർ ഔസേപ്പച്ചൻ കുറ്റാരത്തിൽ ചിറ, ജോയിന്റ് കൺവീനർ ജേക്കബ് മറ്റത്തിൽ എന്നിവരും വിശ്വാസി സമൂഹവും ചടങ്ങുകളിൽ പങ്കെടുത്തു. ഡിസംബർ 1 വൈകിട്ട് 5:30 ആഘോഷമായ ദിവ്യബലി, മരിച്ചവരുടെ ഓർമ്മ ദിനമായ 2 വൈകിട്ട് 5:30 ആഘോഷമായ ദിവ്യബലി, വിശുദ്ധ അന്തോണീസിൻ്റെയും വിശുദ്ധ മദർ തെരേസയുടെയും തിരുനാൾ ദിനമായ 3 വൈകിട്ട് 5:30 ആഘോഷമായ ദിവ്യബലി പ്രദർശനം, 4 വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാൾ ദിനം, വിശുദ്ധ ചാവറ പിതാവിൻ്റെ തിരുനാൾ ദിനമായ 5 വൈകിട്ട് 5:30 ആഘോഷമായ ദിവ്യബലി പ്രദർശനം എന്നിവ നടക്കും. ടൈനൂസ് മുഹമ്മദ്. പ്രധാന വാർത്തകൾ വീണ്ടും. ആലപ്പുഴ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം കായംകുളത്ത് തുടരുന്നു. 11 ഉപജില്ലകളിൽ നിന്നായി 6000-ഓളം പ്രതിഭകൾ പങ്കെടുക്കുന്നു. കായംകുളം ഉത്സവ ലഹരിയിൽ ചൊവ്വാഴ്ച സമാപിക്കും. ആലപ്പുഴയിലെ നവജാത ശിശുവിൻ്റെ അസാധാരണ വൈകല്യം. ആരോഗ്യവകുപ്പിലെ ഉന്നതതല സംഘമെത്തി പരിശോധന നടത്തി. ആശുപത്രിക്കും ലാബിനുമെതിരായ പരാതികൾ പോലീസും അന്വേഷിക്കും. ചക്കുളത്തുകാവിൽ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടരുന്നു. ഡിസംബർ 13 പ്രസിദ്ധമായ കാർത്തിക പൊങ്കാല. പൊങ്കാല കുറ്റമറ്റതാക്കാൻ അവലോകന യോഗത്തിൽ തീരുമാനം. കായംകുളത്തെ ദുരൂഹ സാഹചര്യത്തിൽ വീടിന് തീപിടിച്ച് ഒരാൾ മരിച്ച നിലയിൽ. വീട്ടുടമയായ സ്ത്രീ വീട്ടിലില്ലാത്ത സമയത്താണ് തീപിടിച്ചത്. മരിച്ചത് ആരെന്ന് വ്യക്തതയില്ല. പോലീസ് അന്വേഷണം തുടരുന്നു. കുമരകം ടൂറിസ്റ്റ് കേന്ദ്രത്തിന്റെ പ്രവേശന കവാടമായ തണ്ണീർമുക്കത്തിന്റെ ടൂറിസം സാധ്യതകൾ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് മുൻ കേന്ദ്രമന്ത്രി പ്രൊഫസർ KV തോമസ് XMP. ഏറെ ടൂറിസം വികസന സാധ്യതകൾ ഉള്ള സ്ഥലമാണ് തണ്ണീർമുക്കമെന്നും KV തോമസ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.